പ്രാരംഭ പ്രാർത്ഥനകൾ, ധ്യാന ശ്ലോകങ്ങൾ. 1. ഇതിഹാസവന്ദനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ലളിതാർത്ഥം. പരമാത്മാവായ നാരായണനെയും മനുഷ്യരിൽ ഉത്തമനായ നരനെയും അർജുനൻ, വിദ്യാനിധിയായ സരസ്വതീ ദേവിയെയും ഇതിഹാസകർത്താവായ വ്യാസഭഗവാനെയും പ്രണമിച്ചുകൊണ്ടുവേണം ജയം, മഹാഭാരതം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ. 2. മംഗളചരണം, വിഘ്നനിവാരണം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ലളിതാർത്ഥം. വെളുത്ത വസ്ത്രം ധരിച്ചവനും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനും ചന്ദ്രനെപ്പോലെ തിളങ്ങുന്നവനും 4 കൈകളുള്ളവനും പ്രസന്നമായ മുഖത്തോടുകൂടിയവനുമായ ഭഗവാനെ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതിനായി ഞാൻ ധ്യാനിക്കുന്നു. 3-4. വ്യാസവന്ദനം, ഗുരുസ്തുതി. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേഃ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുഖദാതൻ തപോനിധിം. ലളിതാർത്ഥം. വസിഷ്ഠ മഹർഷിയുടെ പ്രപൗത്രനും മകന്റെ മകൻ, ശക്തി മഹർഷിയുടെ പൗത്രനും പേരക്കുട്ടി, പരാശരന്റെ മകനും ശുഖമുനിയുടെ പിതാവുമായ പാപങ്ങളില്ലാത്ത തപോനിധിയായ വ്യാസദേവനെ ഞാൻ വന്ദിക്കുന്നു. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധിയേ വാസിഷ്ഠായ നമോ നമഃ. ലളിതാർത്ഥം. വിഷ്ണുരൂപിയായ വ്യാസനും വ്യാസരൂപിയായ വിഷ്ണുവിനും നമസ്കാരം. വസിഷ്ഠവംശത്തിൽ ജനിച്ചവനും ജ്ഞാനത്തിന്റെ നിധിയുമായ അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. 5-6. പരമാത്മസ്തുതി. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. ലളിതാർത്ഥം. വികാരങ്ങൾക്കോ മാറ്റങ്ങൾക്കോ വിധേയമല്ലാത്തവനും പരിശുദ്ധനും ശാശ്വതനും എപ്പോഴും ഒരേ രൂപത്തിൽ പ്രകാശിക്കുന്നവനും എല്ലാറ്റിനെയും ജയിക്കുന്നവനുമായ പരമാത്മാവായ വിഷ്ണുവിന് നമസ്കാരം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ലളിതാർത്ഥം. ആരെ മനസ്സുകൊണ്ട് ഓർക്കുന്ന മാത്രയിൽ തന്നെ മനുഷ്യൻ ജനന മരണങ്ങളാകുന്ന ഈ ലോകബന്ധനത്തിൽ നിന്ന് മോചനം നേടുന്നുവോ ആ സർവശക്തനായ വിഷ്ണു ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. 7. സർവവ്യാപിയായ ഭഗവാന് വന്ദനം. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ലളിതാർത്ഥം. എല്ലാ ജീവജാലങ്ങൾക്കും മുൻപേ ഉള്ളവനും ഭൂമിയെ താങ്ങി നിർത്തുന്നവനും പ്രപഞ്ചത്തിലെ അനേകം രൂപങ്ങളിൽ പ്രകാശിക്കുന്നവനുമായ പ്രതാപശാലിയായ വിഷ്ണുവിന് നമസ്കാരം.